ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പരോൾ ലഭിച്ചു. കൊടിസുനി ഒഴികെയുള്ള 10 പ്രതികൾക്കാണ് പരോൾ അനുവദിച്ചത്. ഫെലിക്സ് ഉണ്ട് വിശദാംശങ്ങളുമായി. ഫെലിക്സ്, ഉപാധികളോടെയാണല്ലോ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് പിന്നാലെയാണ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ 10 പ്രതികൾക്ക് സർക്കാർ ഇപ്പോൾ പരോൾ അനുവദിച്ചിട്ടുള്ളത്. കൊടിസുനി അടക്കമുള്ളവർക്ക് പരോൾ നൽകിയിട്ടില്ല. ശേഷിക്കുന്ന 10 പ്രതികൾക്കാണ് പരോൾ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. കൊടിസുനി നേരത്തെ വിയു സെൻട്രൽ ജയിലിൽ ജയിൽ ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസ് കൊടിസുനിക്കെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് കൊടിസുനിക്ക് പരോൾ അനുവദിക്കാതിരുന്നത്. എന്നാൽ മറ്റു 10 പ്രതികൾക്ക് ഇപ്പോൾ ഈ പരോൾ അനുവദിച്ചിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് പിന്നാലെ പ്രതികൾ ഇവർക്കുള്ള പരോൾ അനുവദിച്ചു. അങ്ങനെ ഇപ്പോൾ ഈ 10 പ്രതികളും ജയിലിന് പുറത്തേക്ക് പോയി. ഒപ്പം തന്നെ ഈയിടയിലായി നമുക്കറിയാം 2 പ്രതികളെ കൂടി ഈ കേസിൽ പുതുതായി ശിക്ഷ വിധിക്കുകയും ചെയ്തു. ആ 2 പ്രതികൾ, ഒന്ന് CPM കുന്നോത്തുപറമ്പ് ലോക്കൽ സെക്രട്ടറി അടക്കമുള്ള 2 പ്രതികൾക്ക് ഇതുവരെയും പരോൾ അനുവദിച്ചിട്ടില്ല. പ്രത്യേകിച്ച് 3 വർഷം ശിക്ഷ അനുവദിച്ച ശേഷം മാത്രമായിരിക്കും പരോൾ അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുക. ആ പ്രതികൾ ഒഴിവാക്കിയാൽ മറ്റ് പ്രതികൾക്കൊക്കെ തന്നെ ഷാഫിയും കിർമാണി മനോജ് അടക്കമുള്ള TK രജീഷ് അടക്കമുള്ള പ്രതികൾക്കാണ് ഇപ്പോൾ പരോൾ അനുവദിച്ചിട്ടുള്ളത്. നേരത്തെയും ഈ TP വധക്കേസിൽ പ്രതികൾക്ക് കൂടുതൽ പരോൾ അനുവദിക്കുന്നു, അനധികൃതമായി പരോൾ അനുവദിക്കുന്നു എന്ന പരാതി KK രമ അടക്കം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും ഈ പ്രതികൾക്ക് ഇപ്പോൾ പരോൾ അനുവദിച്ചത്. പരോൾ നിയമപരമാണ്, പക്ഷേ ഇത്രയധികം പ്രതികൾക്ക് ഒരേ സമയം പരോൾ അനുവദിച്ചു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫെലിക്സ്, ഇത്രയും ആരോപണങ്ങളൊക്കെ വന്നിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീണ്ടും ഇങ്ങനെ ഒരു പരോൾ അനുവദിക്കുക, ഒരാളെ മാത്രം, ഒരു പ്രതിയെ മാത്രം, ബാക്കി കിർമാണി മനോജും ഷാഫിയും ഒക്കെ ഇതിൽ മുഖ്യ പങ്ക് വഹിച്ച ആളുകളല്ലേ? തീർച്ചയായിട്ടും ഈ കേസിലെ പ്രതികൾക്ക് നേരത്തെ ജീവപര്യന്തമാണ് വിധിച്ചിരുന്നതെങ്കിൽ കഴിഞ്ഞ മാസമാണ് ഹൈക്കോടതി പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമായി മാറ്റിയത്. ഒപ്പം തന്നെ ഈ പ്രതികൾക്ക് യാതൊരു ഇളവും നൽകരുത് എന്ന് ഹൈക്കോടതി വിധിച്ചിരുന്നത്. അതേസമയം പരോൾ അനുവദിക്കുന്നതിൽ നിയമപരമായി തെറ്റില്ല. ഏതായാലും ഈ ഇരട്ട ജീവപര്യന്തം കോടതി വിധിച്ച പ്രതികൾക്കാണിപ്പോൾ സർക്കാർ പരോൾ അനുവദിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ നമുക്കറിയാം ഈ ടി.പി. ചന്ദ്രശേഖരൻ പ്രതികൾ, പ്രത്യേകിച്ച് കൊടിസുനി അടക്കമുള്ളവർക്ക് അനധികൃതമായി കൂടുതൽ ദിവസം പരോൾ അനുവദിക്കുന്നു. കുഞ്ഞനന്ദൻ, അന്തരിച്ച കുഞ്ഞനന്ദൻ അടക്കമുള്ളവർക്കും ഇത്തരത്തിൽ അനധികൃതമായി കൂടുതൽ ദിവസം പരോൾ അനുവദിക്കുന്ന ആരോപണം ഉയർന്നിരുന്നു. ഏതായാലും ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ പ്രതികൾക്ക് പരോൾ അനുവദിച്ചു എന്നതാണ്. അതായത് പരോൾ അനുവദിക്കാൻ നിയമപരമായി കഴിയും. അതേസമയം ഈ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ അതിൽ CPM-ന് പങ്കില്ല എന്ന് പാർട്ടി നേതൃത്വം ആവർത്തിക്കുമ്പോഴും ഈ പ്രതികൾക്ക് കൂടുതൽ ദിവസം അല്ലെങ്കിൽ കൂടുതൽ നാളുകൾ ഇത്തരത്തിൽ പരോൾ അനുവദിക്കുന്നു എന്നൊരു ആക്ഷേപമാണ് RMP അടക്കമുള്ള, പ്രത്യേകിച്ച് UDF-ഉം RMP-യും ഇത് സംബന്ധിച്ച് ഉന്നയിച്ച്. അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് പിന്നാലെ വീണ്ടും ഈ പ്രതികൾക്ക് ഈ പരോൾ അനുവദിച്ചിട്ടുള്ളത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്ന പ്രതികൾ 150 പ്രതികൾക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ മാത്രം പരോൾ അനുവദിച്ചു. അതിൽ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ കൊടിസുനി ഒഴികെയുള്ള 10 പ്രതികൾക്കും ഈ പറയുന്ന പരോൾ അനുവദിച്ചിരിക്കുകയാണ്. ശരി, ഫെലിക്സ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ കൊടിസുനി ഒഴികെയുള്ള ബാക്കി എല്ലാ പ്രതികൾക്കും പരോൾ ലഭിച്ചിരിക്കുകയാണ്. 10 പ്രതികൾക്കാണ് പരോൾ അനുവദിച്ചത്.